ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, കേരളത്തിലാകമാനം പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയും പരിങ്ങലിൽ തന്നെയാണ്. ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഓരോ ജില്ലയിലും മഴ സാഹചര്യം കനക്കുമ്പോൾ അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പുതിയ അക്കാദമിക് ഇയറിൽ ഇനി അങ്ങോട്ട് എല്ലാവിധ അവധി അറിയിപ്പുകളും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും അഡ്മിഷൻ റിലേറ്റഡ് പരീക്ഷ സംബന്ധമായിട്ടുള്ള വാർത്തകൾക്കും ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതാ ഇപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. അതും വടക്കൻ ജില്ലകളിൽ പ്രധാനമായിട്ടും പറഞ്ഞാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇതിലിപ്പോൾ ഫേസ്ബുക്ക് വഴി, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഒഫീഷ്യലായിട്ട് തന്നെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2 ജില്ലകൾക്കാണ്. അത് മറ്റൊന്നുമല്ല, കോഴിക്കോടും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ല, വടക്കൻ ജില്ലയായിട്ടുള്ള കാസർഗോഡും കോഴിക്കോടുമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മഴയുടെ പശ്ചാത്തലത്തിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കുറിപ്പുകൾ ഇറക്കിയിരിക്കുന്നത്. ഇതിനു പിന്നാലെ തുടർന്നും ഇനി അങ്ങോട്ട് പല ജില്ലകളിലും മഴ കനക്കുകയാണ്, അല്ലെങ്കിൽ മഴയുടെ അലർട്ടിന്റെ മുന്നറിയിപ്പ് സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അവധി പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ ഇത്തരത്തിൽ മഴ കനത്തപ്പോൾ പോലും അവധി പ്രഖ്യാപിക്കാതെ വലിയ വിവാദങ്ങളിൽ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന നിമിഷങ്ങളിൽ മഴയുടെ സാഹചര്യം അനുസരിച്ച് ഏറ്റവും പുതിയ അവധി അറിയിപ്പുകൾ പ്രാദേശികമായിട്ട് വരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർന്നു.